ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കട്ടെ. എല്ലാവരും ഊണൊക്കെ കഴിച്ച് വിശ്രമത്തിലാണോ? എല്ലാവർക്കും നല്ലൊരു ദിവസമാണെന്ന് വിചാരിക്കട്ടെ. വേനലൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും തിരക്കിലായിരിക്കും. അപ്പേ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലൊരു കഥ പറയട്ടെ, കൊച്ചു കഥ. പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും, എല്ലാവരും ക്ഷമിക്കുക. അപ്പം ഞാൻ പറയാം. പണ്ടേ ഈശോയും ശിഷ്യന്മാരും കൂടി ഇല്ലേ, ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചേ. അങ്ങനെ അവർ തീരുമാനിച്ച് ഒരു ദിവസം യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഈശോയും ശിഷ്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അവരിങ്ങനെ കുറേ ദൂരം നടന്നിങ്ങനെ പോവുകയാണേ. പോകുന്ന വഴിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞും കേൾപ്പിച്ചും ഈശോയും ഒക്കെ ഇങ്ങനെ പോവുക. അപ്പോൾ കുറേ നടന്ന് കഴിഞ്ഞപ്പം ശിഷ്യന്മാർക്കേ വിശന്നു. ഈശോയ്ക്ക് വിശപ്പും താകമൊന്നും നേരത്തെ തൊട്ടില്ലല്ലോ. എത്ര ദിവസം വേണേലും ഈശോ ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാണ്ടിരുന്നോളൂ. അപ്പോൾ ശിഷ്യന്മാർക്ക് വിശന്നിട്ട് വേണ്ട, അവർക്കാണ് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പോൾ ഈ കൂട്ടത്തിൽ യൂദാസൊക്കെ ഉണ്ടായിരുന്നു. യൂദാസിനാണെങ്കിൽ ബാക്കിയുള്ള ശിഷ്യന്മാരെ പോലെ അല്ല. യൂദാസിനും പെട്ടെന്ന് ദേഷ്യവും അരിച്ചും ഒക്കെ പിടിച്ചു. അപ്പോൾ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഓരോ കല്ല് കയ്യിലെടുക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ രണ്ട് കയ്യിലും ഓരോ കല്ലെടുത്തു. യൂദാസിനാണ് ഈ ആഴ്ച ദേഷ്യം പിടിച്ചിട്ട്, വിശന്നിരിക്കുമ്പോഴാണോ കല്ല് കയ്യിലെടുക്കാൻ പറയുന്നത് എന്നും പറഞ്ഞ് പുറത്തുകൊണ്ട് 2 മണിക്കല്ലെടുത്തു. അപ്പോൾ കുറച്ചങ്ങ് ചെന്നപ്പോൾ ഒരു മാവ് കണ്ടു. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ മാങ്ങ നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു ആ മാവേലെ. അപ്പം നിങ്ങളെല്ലാവരും ആ മാവേന്ന് കല്ല്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലും കൊണ്ട് എറിഞ്ഞ് മാങ്ങ പറിച്ച് തിന്നോളാൻ പറഞ്ഞു. എല്ലാവരും മാങ്ങ പറിച്ച് ആവശ്യത്തിന് തിന്നു. യൂദാസാകട്ടെ ഈ മണിക്കല്ലും കൊണ്ട് എന്ത് കാണിക്കാനാ? മാങ്ങയും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ആകെ നിരാശയായി. അപ്പോൾ പിന്നെ ഇങ്ങനെ അവർ വിശ്രമിച്ച് പിന്നെ യാത്ര പുറപ്പെട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പം അവർക്ക് പിന്നെ കുറേ ഇങ്ങനെ നടന്നു കേട്ടോ. കുറേ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പോണത്. അപ്പോൾ ഇങ്ങനെ നടന്ന് അടുത്തപ്പം പിന്നെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ നേരത്തെ പോലെ 2 കല്ലെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരേപോലെ ഓരോ കല്ലൊക്കെ എടുത്തു. യൂദാസ് എന്നാ ചെയ്തു, നേരത്തെ പോലെ പറ്റരുതെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ചെറിയ കല്ലും ഒരു കുഞ്ഞിക്കല്ലും എടുത്തു. അപ്പോൾ കുറച്ച് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു പുൽത്തകടിയൊക്കെ കണ്ടപ്പോൾ ഈശോ പറഞ്ഞു, എല്ലാവരും അവിടെ ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരും ഇരുന്നു. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള കല്ലുകൾ അപ്പമാകട്ടെ എന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഒരുമാതിരി വലിയ അപ്പം കിട്ടി. യൂദാസിനാകട്ടെ ഒരു കുഞ്ഞപ്പം, ഒരിച്ചിരി മുഴുപ്പുള്ള അപ്പം. യൂദാസിന് എപ്പോഴും മടിയല്ലേ. അപ്പം അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി പിന്നെ യാത്ര പുറപ്പെട്ടു. യാത്ര നടന്ന് അവരാകെ തളർന്നു. അന്നേരം അവർക്ക് കാലെല്ലാം വല്ലാണ്ട് വേദന എടുക്കാൻ തുടങ്ങി. ഈശോയോട് പറഞ്ഞു, കാലെല്ലാം വല്ലാണ്ട് വേദന എടുക്കുന്നുണ്ട്, ഞങ്ങൾ മടുത്തു എന്നൊക്കെ പരാതി പറയാൻ തുടങ്ങി. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ നേരത്തെ പോലെ കയ്യിൽ ഓരോ കല്ലെടുക്കാൻ പറഞ്ഞു. അപ്പോൾ യൂദാസ് എന്നാണ് ചെയ്ത്, നേരത്തെ പോലെയൊന്നും പറ്റരുതെന്ന് വിചാരിച്ചുകൊണ്ട് ഇനി അപ്പം ആകട്ടെ എന്നൊക്കെ ഈശോ പറഞ്ഞിട്ടുണ്ട്. യൂദാസ് തീരെ കുഞ്ഞപ്പം അല്ലേ കിട്ടുള്ളൂ. അപ്പം യൂദാസിൽ എന്നാ എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ കല്ലും ഒരു വലിയ കല്ലും അങ്ങോട്ട് എടുത്തേ. എന്നിട്ട് ഈശോ പറഞ്ഞ്, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലൊക്കെ മുമ്പിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ വെച്ചു. അപ്പോൾ ഈ കല്ലുകളൊക്കെ നിങ്ങൾക്ക് ഇടാനുള്ള ചെരുപ്പായി മാറട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യൂദാസിന് പിന്നെയും പണി കിട്ടി. യൂദാസ് എടുത്തത് ഒരു കുഞ്ഞിക്കല്ലും ഒരു വലിയ കല്ലും അല്ലേ. ചെറിയ കാലായിട്ട് കയറുന്നുമില്ല, ഓരോ ചെരുപ്പാണ് ലൂസോട് ലൂസ്. അയ്യോ, അങ്ങനെ മടിയന്മാർക്ക് പറ്റുന്ന ഒരു അമളിയാണ്. എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ തരണം കേട്ടോ. ബൈ.